പലപ്പോഴും ഈ പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു 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 ആറ്റിറ്റ്യൂഡിലേക്ക് പലപ്പോഴും പോകുന്നില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ അങ്ങനെ ഒരു 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 ഇമേജാണ് വന്നത്. അങ്ങനെ നിയമം കയ്യിലെടുക്കാം, അങ്ങനെ ഒരു സന്ദേശം. നിയമം കയ്യിലെടുക്കരുത്. നിയമം കയ്യിലുള്ളവർ അത് വേണ്ട വിധത്തിൽ പ്രയോഗിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യുക? വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ അസ്വസ്ഥതകളൊക്കെ നമ്മൾ മറന്നു. നിയമം കയ്യിലെടുക്കുക മാത്രമല്ലല്ലോ, തീയിട്ടില്ലേ പോലീസ് ജീപ്പിനൊക്കെ? അത്രയൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അത്രയൊന്നും എന്നാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പോലീസുകാരെ ഉപദ്രവിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി. കാരണം ഒരു പ്രക്ഷോഭത്തിൽ, ശബരിമല പ്രക്ഷോഭകാലത്ത് ഒരു പ്രക്ഷോഭത്തിൽ നമുക്ക് നീതി കിട്ടിയില്ല എന്ന് കണ്ടാൽ നമ്മൾ മറ്റേ കമ്പ്യൂട്ടർ വെച്ചിട്ടല്ലല്ലോ പ്രക്ഷോഭം നടത്തുന്നത്. ഓരോ തലച്ചോറും കയ്യും കാലും ഒക്കെയുള്ള ആ തലച്ചോറുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കയ്യും കാലും ഒക്കെയുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നീതി വൈകിപ്പോകുമ്പോൾ സ്വാഭാവികമായി എവിടെയും ചിലപ്പോൾ അത് അക്രമത്തിലേക്ക് നീങ്ങിയേക്കാം. അതവിടെയും നടന്നിട്ടുണ്ടാകാം. അത് ശബരിമല പ്രക്ഷോഭത്തിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഈ നാട്ടിലെ പൗരന്മാരാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. കാരണം വിഴിഞ്ഞം കേസടക്കം പിൻവലിച്ചു. വിഴിഞ്ഞത്ത് പോലീസുകാർ പട്ടിയെ പോലെ തല്ലുകൊണ്ടതാണ്. ആ കേസടക്കം പിൻവലിച്ചു. പക്ഷേ ശബരിമല കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടവരാണ്. പട്ടികജാതിക്കാരായ കലാകാരന്മാർക്ക് എത്ര ക്ഷേത്രങ്ങളിലടക്കം ചെണ്ട കൊട്ടാൻ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അവരോടൊപ്പം നിന്നത് ഇത്തരം വിഷയങ്ങൾ ഞങ്ങളെ നിന്നിട്ടുള്ളൂ. തീർച്ചയായും ആരൊക്കെ പൂജയടക്കം ജാതിക്ക് അതീതമായി ചെയ്യണമെന്നുള്ളത് കൊണ്ടാണല്ലോ സംഘത്തിൻ്റെ ഒരു മുതിർന്ന പ്രചാരകൻ മാധവ്ജിയുടെ ശ്രമഫലമായിട്ടല്ലേ തന്ത്രവിദ്യാപീഠം ഉണ്ടായത്. കേരളം അതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ പറ്റിയിട്ട്? എല്ലാ ജാതിയിലും പെട്ടവരെ പൂജ പഠിപ്പിക്കാൻ വേണ്ടി അവർ സംവിധാനം ഉണ്ടാക്കിയത് RSSൻ്റെ മുതിർന്ന പ്രചാരകനായ മാധവ്ജിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോഴും അത് നടന്നു പോകുന്നത് ആ സംവിധാനത്തിൽ കൂടിയൊക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. പാലിയം വിളംബരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ജാതിക്ക് കാലാനുസൃതമായ ഒരു മാറ്റം വേണമെന്ന് ഇപ്പൊ SNDP അടക്കം ഷർട്ട് വിവാദത്തിലടക്കം പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഹിന്ദു മതം ഇസ്ലാമിനെ പോലെ ക്രിസ്ത്യാനിറ്റിയെ പോലെ തലപ്പത്തൊരു തീരുമാനം എടുക്കേണ്ടതല്ല. ഈ ക്ഷേത്രത്തിൽ ഞാൻ പോകുന്ന എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഷർട്ട് ഇടണോ ഷർട്ട് ഇടണ്ടയോ അതാരാ തീരുമാനിക്കുക? സഹായങ്ങൾ നൽകുമ്പോൾ സഹായത്തിന് പകരം മതം മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും ഇവിടെ കേരളത്തിലും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന സവർണ്ണ ജാതിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒക്കെയുണ്ട്. ഈ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ കന്യാസ്ത്രീകൾ വന്ന് മഠത്തിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഇതാ വിദ്യാഭ്യാസം തന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി തന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഹിന്ദു സംഘടനകൾ ഇത്രയും ഉണ്ടായിട്ട് പോലും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ മൊത്തം ഭാരതത്തിൻ്റെ കേരളത്തിൽ നോക്കുക, ഹൈന്ദവ സംഘടനകൾ ചെയ്യുന്ന, ഹൈന്ദവ സമൂഹം ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളോടൊപ്പം ഇന്ന് ഒരു കാലത്ത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകില്ല. കാരണം അത്തരം അങ്ങനെ ആ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക്, ഒരു സംഘടിത അവസ്ഥയിലേക്ക് സമാജം വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നത് മുതൽ സേവാഭാരതി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ണടച്ചാർക്കെങ്കിലും ഇരുട്ടാക്കാൻ സാധിക്കും? രാഷ്ട്രീയ സേവാഭാരതിയും ദേശീയ സേവാഭാരതിയും ഈ കേരളത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനി പോട്ടെ, ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി മഠം സേവനങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ആയിരക്കണക്കിന് അമ്മമാരാണ് അവരുടെ അമൃത കുടുംബവുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിച്ചു വരുന്നത്. മതപരിവർത്തന നിയമം അത് നടപ്പിലാക്കണം, കേരളത്തിലും നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതൊരു പ്രക്ഷോഭം ഘടിപ്പിക്കാനോ അതിലേക്ക് നീങ്ങാനോ? അതെ, ഭാരതം മുഴുവൻ അത്തരത്തിലൊരു നിയമം ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല. ഈ പറഞ്ഞല്ലോ, ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായി നമ്മൾ ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയാണ്. എനിക്ക് അധികാരം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മതം മാറ്റം നിരോധിക്കണം. കാരണം അത് വ്യക്തിത്വത്തോടുള്ള, അവരുടെ സ്വാഭിമാനത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. കേരളത്തിലെ ഒരു നിലപാടാണ് ഇപ്പം ഇത്രയും പറഞ്ഞു. തീർച്ചയായും ഹിന്ദു ഐക്യവേദി അത്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടക്കമുള്ള സംഘടനകൾ കേരളത്തിൽ മതപരിവർത്തന നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്കോ അങ്ങനെ ഒരു നീക്കത്തിലേക്കോ കടക്കാം. അല്ല, ഞങ്ങൾ മതപരിവർത്തനം നിരോധിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ, കാരണം ആർക്കും എങ്ങോട്ടും മാറ്റണ്ട, മതപരിവർത്തനം നിരോധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് കർശനമായ നിയമങ്ങൾ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും എടുക്കണം. പറ്റുമെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ ഒന്നിച്ചു മതി, ഭരണഘടനാനുസൃതമായി തന്നെ അത് ഇന്ത്യയിൽ മതം മാറ്റം നിരോധിക്കണം എന്ന് തന്നെയാണ്. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാം നമുക്ക് ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അടിയന്തര ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ജനകീയ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ രീതിയിലല്ലെങ്കിലും ഞങ്ങളുടെ ആവശ്യം മതപരിവർത്തനം. അതിപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി ആലോചിച്ചു വേണം. കേരളത്തിൽ അങ്ങനെ ഒരു ഫോക്കസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് BJP കൂടെ ഉൾപ്പെടുത്താതെ അല്ല, കേരളത്തിലും മതം മാറ്റം പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ജനകീയ പ്രക്ഷോഭം വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല പറയുക, അത് നമുക്ക് കൂടി ആലോചിച്ചിട്ടേ പറയാൻ സാധിക്കുള്ളൂ.
ആ ആവശ്യം ആവശ്യമുണ്ട് ഞങ്ങൾക്കുള്ള കേരളത്തിൽ നിന്ന് ഭാരതം മുഴുവൻ മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം. കാരണം അത് സ്വാഭിമാനത്തിന് മുറിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മതം മാറ്റം നിയമം മൂലം ആർക്ക് വേണമെങ്കിൽ ചാരിറ്റി നടത്താം, അതിന് മതം വാങ്ങരുത്, പണയം മേടിക്കരുത്. അല്ല പല സംസ്ഥാനങ്ങൾ അത് കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിൽ അത് കൊണ്ടുവരണം നിങ്ങളുടെ ആവശ്യപ്പെടുമെങ്കിൽ അതിനൊപ്പം BJP നിൽക്കുമോ? പിന്നെ അതിനെന്താ സംശയം? കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ആര് ഭരണത്തിൽ കയറിയാലും കൊണ്ടുവരണം. ആര് കൊണ്ടുവരുമെന്ന് പറയുന്നവരോടൊപ്പം ഞങ്ങളുണ്ട്. ഭരണമാറ്റം നടന്നാലല്ലേ ചെയ്യുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾ മനുഷ്യരെ അല്ല എന്ന് തീരുമാനിക്കുന്ന LDFും UDFും അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആരാണോ ഹൈന്ദവ സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് അവരോടൊപ്പം BJP, അതാരും ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, ഇനി മുന്നണികളാകട്ടെ, ഹിന്ദുവിൻ്റെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുമോ അവരുടെ പിന്നിൽ ഞങ്ങളുണ്ട്, ഉറച്ചുണ്ട്. ഓക്കെ, വളരെ നന്ദി.